പ്രൈസ് ലോർഡ്. ജെയിനീസ് മീഡിയയിലേക്ക് ഒരു പുതിയ വിശേഷമായി ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ആത്മസുഹൃത്തായ ജൂലിയസ് റൂബൻ എൽബ ദമ്പതികളുടെ റിച്ചു മോളുടെ വിവാഹത്തിന് വേണ്ടി ഇന്നലെ ഞാൻ എറണാകുളം വരെ എത്തി. പ്രത്യേകിച്ച് എന്നാ പറയുക, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുന്ന് എറണാകുളത്ത് അവിടെ വിവാഹം ദേവാലയത്തിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് എറണാകുളം ബോൾഗാട്ടി പാലസിൽ വെച്ച് അതിൻ്റെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഷിബുചേട്ടൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ജൂലിയസ് റൂബൻ ആയിരിക്കുന്ന ഒരു മിനിസ്ട്രി DMF, ആ DMFൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സ്ഥാപക ലീഡറായ എൽവിസ് ബ്രദർ അവരുടെ വലിയൊരു സംഘം അവിടെ വന്നിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആ വിവാഹത്തിനോട് ചെന്ന് കഴിഞ്ഞപ്പം ധ്യാന ഹോളിലേക്കാണോ ചെന്നത് അതോ കൺവെൻഷൻ സെൻറ്ററിലേക്കാണോ ചെന്നത് എന്നൊരു പ്രീതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ ടീമാങ്ങൾ മുഴുവൻ അവിടെ വന്നിട്ടുണ്ട്. വലിയ ഫംഗ്ഷൻ നടക്കുകയാണ്, രാത്രിയായി. അപ്പം ആദ്യത്തെ ആ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായി നമ്മുടെ എൽവിസ് ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൈസ് മെമ്പർഷിപ്പ് ആരംഭിക്കുകയാണ്. പ്രൈസ് മെമ്പർഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വൈദികൻ വന്ന് ബ്ലസ് ചെയ്യുന്നു, എല്ലാവർക്കും ബ്ലസ്സിങ് കൊടുക്കുന്നു, നവദമ്പതികൾക്ക് ബ്ലസ്സിങ് കൊടുക്കുന്നു. അതിനുശേഷം ഈ കാണുന്നൊരു കാഴ്ച, അത് സർവ്വമത ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ആ വേദിയിൽ നല്ല കോരിച്ചൊരിയുന്ന മഴ നടന്നുകൊണ്ടിരിക്കുന്നു പുറത്ത്. പക്ഷെ ആ വേദിയിൽ ഇവർ പ്രത്യേകിച്ച് അരുൺ, റിച്ചു ഈ നവദമ്പതികളുടെ മുന്നിൽ വെച്ച് ഇവരെ ബ്ലസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പ് DMF ഗ്രൂപ്പ് നടന്ന വലിയൊരു പ്രൈസ് ആൻഡ് വർഷിപ്പാണ് കാണാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിക്കും ഒരു പാട്ട് കഴിയുമ്പോഴും കഴിയുമെന്ന് വിചാരിച്ചാൽ നോക്കിയപ്പോൾ ഒരു 1.25 മണിക്കൂറം എല്ലാവരും കൈയടിച്ച് സ്തുതിച്ച് എന്താ പറയുക, ഒരു ശരിക്കും പറയാം ഒരു സ്വർഗീയ അന്തരീക്ഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ചു പോവുകയാണ്, ഇവരൊക്കെ സാമ്പത്തികമായി ഒരുപാട് ഉന്നതങ്ങളിലുണ്ടെങ്കിലും ഒപ്പം തന്നെ ആത്മീയ തലങ്ങളൊക്കെ ഒരുപാട് ഉന്നതങ്ങളിലെത്തിയവരാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടതിൻ്റെ പേരിൽ ആത്മീയത അകറ്റുന്നവരല്ല, അല്ലെങ്കിൽ നാമമാത്ര പേരിനും അല്ല. പ്രത്യേകമായി അവരുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, അത് വ്യത്യസ്ത ജാതി മത വ്യക്തികളുണ്ടെങ്കിലും യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റിയൊരു അവസരം, അതങ്ങ് എന്നാ പറയുക, ആ ഹോളിൽ ചിലരൊക്കെ ക്രിസ്ത്യാനികൾ ഇതൊക്കെ പള്ളിയിൽ തീരേണ്ട പ്രശ്നമല്ലേ എന്നിന് ഇവിടെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആ ഒരു 3/4 മണിക്കൂർ വന്ന് എന്താ പറയുക, ഒരു പ്രൈസും പാട്ടും പ്രാർത്ഥനയായപ്പോൾ ശരിയുമാണെങ്കിൽ വലിയൊരു അന്തരീക്ഷമായി മാറി. നമ്മളൊക്കെ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വിഭാഗത്തിലൊക്കെ ചിലത് കണ്ടിട്ടുണ്ടെങ്കിലും കത്തോലിക്കരായ ഈ കുടുംബത്തിനുണ്ടായ പ്രത്യേകമായ ആ ഒരു വേദി അത് മനസ്സിൽ നിന്ന് ഒട്ടും മാറുന്നില്ല. ശരിയാണ് വലിയൊരു അനുഭവമായി മാറി. അതിന് ചെറിയ ക്ലിപ്പുകളൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാ പറയുക, വലിയൊരു അനുഭവമായി. സത്യത്തിൽ ഇന്ന് വിവാഹം നടക്കുന്ന സമയത്ത് നമുക്ക് കുറേ പേക്കൂത്തുകളുണ്ട്. ഞാൻ പറയുന്നില്ലേ, ഒരുപാട് പേക്കൂത്തുകൾ നമ്മൾ കാണിച്ച് കൂട്ടുന്നുണ്ട്. അത് ദേവാലയത്തിന് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയം ആണെങ്കിലും അല്ലെങ്കിലും ആ ഓഡിറ്റോറിയത്തിൽ കയറി വരണതും അല്ലെങ്കിൽ അതിന് ശേഷം ഉള്ള സിനിമ ഡാൻസുകളും അല്ലെങ്കിൽ ഫാഷൻ ഷോ ഇല്ലേ, ഇങ്ങനെ വിവാഹം കളിക്കുന്ന ദമ്പതിയേക്കാൾ കൂടുതലായി വിവാഹത്തിന് വരുന്ന വ്യക്തികളുടെ ഫാഷൻ ഷോകളാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് കിട്ടുന്നൊരു അവസരമാണ്. ഇപ്പോൾ തുള്ളി ചാടാനൊക്കെ പറ്റിയ നല്ലൊരു അവസരമാണ്. പക്ഷേ അവിടെ വന്ന് നമുക്കൊന്ന് കുരിശ് വരയ്ക്കാനോ ഒരു സ്വർഗസ്ഥനായോ ഒരു നന്മ നിറഞ്ഞ മറിയമയോ അല്ലെങ്കിൽ ക്രിസ്തീയ ഗാനം പാടാനോ ഒന്നും എന്താ പറയുക, അത് മറ്റു മതസ്ഥരൊക്കെ ഉള്ളത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ, അതിന് മുമ്പ് തൃശ്ശൂർ ടൗണിലെ എന്താ പറയുക നടന്ന ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴും ഞാൻ ഈ കാര്യം ബാബു ചേട്ടൻ്റെ മകൻ്റെ വിവാഹത്തിന് ഞാൻ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു അട്രാക്ഷൻ തോന്നി. ആ പ്രൈസ് മെമ്പർഷിപ്പിൽ എല്ലാവരും, പ്രത്യേകിച്ച് പയ്യൻ ഓൺലി മ്യൂസിക് ഗ്രൂപ്പിൽ, അമേരിക്കയിലെ മ്യൂസിക് ഗ്രൂപ്പിലുള്ള പയ്യനാണ് ഈ അരുൺ എന്ന് പറഞ്ഞ പയ്യൻ എന്നത്. അവർ വിദേശ സംഗീതങ്ങൾ ഒക്കെ ആണെങ്കിലും അവിടെ ഫുള്ളായിട്ട് അവരിതിൽ അങ്ങ് ഇൻവോൾവ്മെൻ്റായി കാണുന്ന ഭാഗമാണ് ഞാൻ കണ്ടത്. എൻ്റെ ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന പ്രത്യേകിച്ച് വിവാഹം എന്ന ആ കുദാശ, അതിൻ്റെ പൗത്രത ഇന്നും മദ്യവും ലഹരി വസ്തുക്കളും, ആ ഭാഗത്തൊന്നും മദ്യത്തിൻ്റെ തുള്ളി കണ്ടില്ല കേട്ടോ. ഒരു തുള്ളി അങ്ങനെ ഒരാൾക്കും കൊടുക്കണമില്ല, അങ്ങനെ സമ്പ്രദായം ഇവിടെ ഇല്ലാനും. പക്ഷേ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഷിബുചേട്ടൻ, പ്രത്യേകിച്ച് ജൂലിയസ് റൂബൻ,
അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് DMF അവരുടെ മിനിസ്ട്രി അംഗങ്ങൾക്ക് എൽവിസ് ബ്രദറിനും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ, കൂദാശകൾ അത് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ. ഒപ്പം തന്നെ ആ മഹത്വം അല്ലെങ്കിൽ വിവാഹം വന്ന കൂദാശ അല്ലെങ്കിൽ കൂദാശകൾ ഒക്കെ അത് വലിയ അഭിഷേകത്തിന് കൂദാശകളായി മാറട്ടെ. ആമേൻ.